ഗോപിക, നമുക്ക് ശബരിമല വാർത്തകളിലേക്ക് പോകാം. ഭക്തിസാന്ദ്രമാണ് സന്നിധാനം. അവിടെ നമുക്ക് ഏറ്റവും ഒടുവിലത്തെ പുതിയ വിവരങ്ങൾ നൽകാൻ ഗൂഗിൾ രമേശ് ഉണ്ട്. അതെ, ശബരിമലയിൽ കർക്കിടക മാസ പൂജകൾ പുരോഗമിക്കുന്നു. അയ്യപ്പ ദർശനത്തിനായി വലിയ ഭക്തജന തിരക്കാണ് അവിടെയുള്ളത്. നമ്മുടെ പ്രതിനിധി ഗോകുൽ രമേശ് ചേരുന്നുണ്ട്. ഗോകുൽ, അവിടെ നിന്ന് എന്താണ് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനുള്ളത്? നമസ്തേ ഗോപിക, കെ പി സ്വാമി ശരണം. ശബരിമലയിലും കർക്കിടക മാസ പൂജകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ കർക്കിടകം 1 ഇന്നലെ മുതൽ തന്നെ വലിയ ഭക്തജന തിരക്ക് സന്നിധാനത്ത് ഈ മാസപൂജയ്ക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇന്നും സമാനമായി തന്നെ നല്ല തിരക്കിലേക്ക് സന്നിധാനം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. രാവിലത്തെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ വലിയ ഭക്തജന തിരക്കിലേക്കൊക്കെ തന്നെ ആ സന്നിധാനം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം പ്രത്യേക പൂജകൾ ശബരിമലയിൽ ഇതിനോടകം തന്നെ തുടങ്ങുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും നമ്മളോടൊപ്പം ഇപ്പോൾ കുറച്ച് സ്വാമിമാർ കൂടി ചേരുന്നുണ്ട്. സ്വാമി ശരണം. ട്രിവാൻഡ്രം. എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, ചെറിയ മഴ ഉണ്ടായിരുന്നു, വേറെ പ്രശ്നമൊന്നുമില്ലായിരുന്നു. മാളികപ്പുറത്തിന് ആദ്യമായിട്ടാണ് അയ്യപ്പനെ കാണാൻ വരുന്നത്? മൂന്നാമത്തെ തവണ വരുന്നത്. ഇഷ്ടമാണോ? കുഞ്ഞയ്യപ്പന്റെ പേരെന്താ? ഒരു കുഞ്ഞയ്യപ്പനും കൂടി ഉണ്ട്. എന്തായാലും ആ തീർത്ഥാടകരൊക്കെ രാവിലെ നല്ല ഭക്തി നിറഞ്ഞ അന്തരീക്ഷത്തിൽ സന്നിധാനത്തിൽ അങ്ങനെ അയ്യപ്പനെ കാണാനായിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. എന്തായാലും തീർത്തും അനുകൂലമായിട്ടുള്ള കാലാവസ്ഥയും മറ്റ് അന്തരീക്ഷമൊക്കെ അങ്ങനെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ തീർത്ഥാടനം വളരെ സുഗമമായി തന്നെ കർക്കിടകം 2 ഏതായാലും ഇന്നത്തെ ദിവസം ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ശ്രീകോവിലിനുള്ളിൽ നെയ്യഭിഷേകം, അയ്യപ്പന് നെയ്യഭിഷേകം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉഷപൂജ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉഷപൂജയ്ക്ക് ശേഷം നെയ്യഭിഷേകം വീണ്ടും തുടരും. അതിനുശേഷം കലശാഭിഷേകം അടക്കമുള്ള പ്രധാനപ്പെട്ട ചടങ്ങുകൾ ഇന്ന് ഉച്ചയ്ക്ക് മുന്നോടിയായിട്ട് നടക്കും. അതിനുശേഷം വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം പടിപൂജ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ചടങ്ങുകളും ഉണ്ട്. എന്തായാലും അല്ലെങ്കിൽ കഴിഞ്ഞ മാസങ്ങളിൽ ഉണ്ടായിരുന്നത് പോലെ അല്ല, അതിനേക്കാൾ കൂടുതൽ തിരക്കിലേക്ക് മാറിയിരിക്കുന്നു. കാരണം കർക്കിടക മാസം അത്രമാത്രം പ്രധാനപ്പെട്ട മാസമാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ആ ഒരു മാസത്തിൻ്റെ പ്രാധാന്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് മലയാളികളായിട്ടുള്ള തീർത്ഥാടകർ കൂടുതലായിട്ട് ഈ കർക്കിടക മാസ പൂജാവേളയിൽ ശബരിമലയിൽ ദർശനം നടത്തുവാനായിട്ട് എത്തുന്നത്. സമാനമായി തന്നെ ഇതര സംസ്ഥാന തീർത്ഥാടകരും ഇവിടേക്ക് വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും 21-ാം തീയതി വരെയാണ് ശബരിമലയിൽ കർക്കിടക മാസ പൂജകൾ പുരോഗമിക്കുന്നത്. ഈ ചടങ്ങുകൾ കണ്ടു തൊഴുക എന്ന് പറയുന്നത് ഓരോ അയ്യപ്പ ഭക്തനെ സംബന്ധിച്ചിടത്തോളം വലിയ ജന്മ സുഹൃതമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എന്തായാലും ആ ഒരു കാര്യത്തിന് വേണ്ടി, പല ആഗ്രഹസിദ്ധികൾക്ക് വേണ്ടി, അനുഗ്രഹത്തിന് വേണ്ടി മല കയറി 10,000-കണക്കിന് അയ്യപ്പ ഭക്തർ ഈ കർക്കിടക മാസ പൂജയിലും അല്ലെങ്കിൽ മാസവേളയിലും ശബരിമലയിലേക്ക് വന്നു ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അനുകൂലമായിട്ടുള്ള അന്തരീക്ഷത്തിൽ ആ തീർത്ഥാടനം അങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കെ പി